എൻ.ഡി.എയുടെ വയനാട് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ്. അദ്ദേഹം ഇപ്പോൾ വരിക്കോടാണ്. എങ്ങനെ പോണു പ്രചരണം? നല്ല പ്രതികരണം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ മലപ്പുറം ജില്ലയിലെ പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത തരത്തിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള തരംഗം, പ്രത്യേകിച്ച് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പോലും ശക്തമായിട്ടുള്ള ഒരു മോദി അനുകൂല വികാരം ഈ മണ്ഡലത്തിൽ എല്ലായിടത്തും കാണാം. പക്ഷേ ഇവിടെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു എംപിയോ അവരുടെ സാന്നിധ്യമില്ല എന്നുള്ളത് വോട്ടർമാർക്കിടയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. ഈ മലപ്പുറം ജില്ലയിൽ പറയുമ്പോൾ പൗരത്വ നിയമഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലതുപക്ഷം ഒരേപോലെ നടക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെ അല്ലേ? അത് വെറുതെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് ഒന്നും കാര്യമില്ല. കാരണം ആ സമരങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പിന്തുണയോടുകൂടി നടക്കുന്നതല്ല. അതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ്. പൊതുവെ ബി.ജെ.പിയോടുള്ള മനോഭാവം ആളുകൾക്ക് മാറിയിട്ടുണ്ടല്ലോ. എല്ലാ സ്ഥലത്തും നല്ല പ്രതികരണം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മകൻ ബി.ജെ.പിക്കാരനാണ്, ഇദ്ദേഹം ഒരു പഴയ CPM-മാരാണ്, പക്ഷെ മകൻ ബി.ജെ.പിക്കാരനാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ അടുത്ത CPM-മാരാണ്, പക്ഷെ മക്കളെല്ലാം ബി.ജെ.പിക്കാരാണ്. അപ്പൊ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയനാടിന്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ഒട്ടും അനുകൂലമായുള്ള ചരിത്രമല്ല. അങ്ങനെ അമേഠിയുടെ ചരിത്രം എന്തായിരുന്നു? അമേഠി എത്ര കൊല്ലം നെഹ്റു കുടുംബത്തിന്റെ കയ്യിലായിരുന്നു, അവരുടെ കുത്തകയായിരുന്നു. 5 കൊല്ലം കൊണ്ട് അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ? അതൊന്നും ആ ചരിത്രമൊന്നും ആരും പറയുന്നില്ല. വോട്ടർമാരെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യങ്ങളാണ്. ഈ കാലത്ത് അവർക്ക് എല്ലാ വിവരങ്ങളും ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് ഈ ദേശാഭിമാനി നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ പാർട്ടി പത്രം നോക്കിയിട്ടാണ് ആളുകൾ വിലയിരുത്തുന്നത്. ഇന്ന് എല്ലാ വിവരങ്ങളും ചേച്ചി അതുകൊണ്ട് ആ മാറ്റങ്ങൾ വളരെ ശക്തമാണ് എല്ലായിടത്തും. ഇതൊക്കെ പ്രചരണത്തിന്റെ തുടക്ക നാളുകളിൽ കിട്ടുന്ന ഒരു റിയാക്ഷൻസ് എത്രമാത്രം ആത്മവിശ്വാസം? അല്ല, അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. താമര സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ. നിങ്ങളിവിടെ വയനാടാണ് മലപ്പുറം? ഇവിടെ തന്നെ വോട്ട് വന്ന് സഹായിക്കണം. വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. BJP സ്ഥാനാർത്ഥിയാണ്, താമരയിൽ വോട്ട് വന്ന് സഹായിക്കണം കേട്ടോ. 2 വോട്ടർക്കും ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല, നാട് നശിക്കും. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? എന്തൊക്കെയാണ്? നല്ല മുന്നേറ്റമാണ്. ഞങ്ങള് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആൾക്കാർ പറയുന്നത് വെൽക്കം മോദി, ബൈ ബൈ രാഹുൽ എന്നാണ്. വയനാട്ടില് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്തൊക്കെയാണ്? വയനാടിനെ ആദ്യമായിട്ട് പരിഹരിക്കേണ്ടത് ഈ ഒരു മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള അടിയന്തര പ്രാധാന്യത്തോടെ ആണ്. പിന്നെ കണക്ടിവിറ്റി, റെയിൽ ഞങ്ങള് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് നഞ്ചങ്കോട് റെയിൽ പാത. ഇവിടെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പൊ സർവേ ആയി അടുത്ത 5 കൊല്ലത്തിനിടയിൽ വയനാട് റെയിൽ ഒരു എയർ സ്ട്രിപ്പ് എങ്കിലും വേണം. അതുപോലെ രാത്രിയാത്രാ നിരോധനത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ആസ്പിറേഷൻ ജില്ലയാണ് വയനാട്. ആസ്പിറേഷൻ ജില്ലയുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ അവിടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഞങ്ങളൊരു സമഗ്രമായിട്ടുള്ള പാക്കേജുമായിട്ടാണ് വന്നിരിക്കുന്നത്, വെറുതെ വന്നതല്ല. വയനാടിന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ LDF-നോ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല. മോദി ഉള്ളതുകൊണ്ട് 3ാം വട്ടവും മോദി സർക്കാർ വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയും. വികസന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് കെ സുരേന്ദ്രന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18.